നമസ്കാരം. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ നൊബേൽ സമ്മാനം നേടിയ വ്യക്തി. 9 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി തൻ്റെ മുന്നിൽ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടത് കാണേണ്ടി വന്ന ബാല്യത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്ന് സമാനതകളില്ലാത്ത പുരസ്കാരത്തിന് അർഹമായ വ്യക്തി. കാലത്തിൻ്റെ കാവ്യനീതി പോലെ ഇന്ത്യയുടെ ആദ്യ നോബൽ ജേതാവാണ് അമർത്യ എന്ന് പേരിട്ടത്. ജീവിതത്തിലുണ്ടായ അതികഠിനമായ വെല്ലുവിളികളെ ആർജിച്ചെടുത്ത ജ്ഞാനം കൊണ്ട് തോൽപ്പിച്ചു. കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭമോ GDP ഗ്രോത്തോ അല്ല എക്കണോമിക്സ് എന്നും, ഒരു രാജ്യത്തിലെ സാധാരണക്കാരന് നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം ഉണ്ടാകൂ എന്നതാണ് അമർത്യ സെൻ നമ്മെ പഠിപ്പിച്ചത്. മാത്രമല്ല, ഒരു രാജ്യത്ത് ക്ഷാമം ഉണ്ടാകുന്നത് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, മറിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഭരണാധികാരികളുടെ പരാജയം കൊണ്ടാണെന്നും അദ്ദേഹം തെളിയിച്ചു. സ്വതന്ത്രമായ മാധ്യമങ്ങളും ശക്തമായ ജനാധിപത്യവുമുള്ള ഒരു രാജ്യത്തും ഇന്ന് വരെ വലിയൊരു പട്ടിണി മരണം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. 1998 ലോകം അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നൽകി ആദരിച്ചു. തൊട്ടടുത്ത വർഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചു. 90കൾക്ക് മുകളിലെത്തിയ ഡോക്ടർ അമർത്യ സെൻ ലോകത്തിൻ്റെ ഏറ്റവും മികച്ച സർവകലാശാലയായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലിരുന്ന് ഇന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്നു. ഡോക്ടർ അമർത്യ സെൻ പഠിച്ച പ്രസിഡൻസി കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഒരു വ്യക്തി പിന്നീട് ഇതേ മേഖലയിൽ പ്രശസ്തനായി ഇന്ത്യയുടെ യശസ് ഉയർത്തി. ആരാണ് ആ വ്യക്തി എന്ന ചോദ്യത്തോടു കൂടി നിർത്തുന്നു. ജയ് ഹിന്ദ്.